6 പേരെ കുത്തിക്കൊന്ന് പാറപ്പുറം അപ്പൻചേട്ടൻ മരുന്നിന് വന്നേക്കണേ. പാറപ്പുറം അപ്പൻചേട്ടൻ മരുന്നിന് വന്നേക്കണേ. എടാ അയാളെ നിങ്ങോട്ട് കടത്തി വിടല്ലേ? നീ ആശു നമസ്കാരം. മനസ്സിലായോ? മനസ്സിലായി. പാറപ്പുറം പപ്പൻ ഇരിക്കവിടെ. ഇരിക്കാം. എന്നെ ഇരുത്താൻ നോക്കണ്ട. ഇല്ല. പപ്പനെ ഇരുത്താൻ നോക്കണ്ട. പപ്പൻ ഇരിക്കില്ല. ഇരിക്കൂ. പക്ഷെ ഞാൻ ഇരിക്കും. ഇരിക്കൂ. അവിടേക്ക് കാലുമക്കാലിട്ടിരിക്കരുത്. എന്റെ മുമ്പിൽ പപ്പൻ. പാറപ്പുറം പപ്പൻ. ഇത് സ്റ്റെതസ്കോപ്പ് മാറ്റി വെച്ച്. അത് ശരി. പപ്പൻ പാറപ്പുറം. 7 ബലാസംഗം, 8 കത്തിക്കുത്ത്, ചെറ്റവിളി 12 എണ്ണം. ചെറ്റവിളി 12 എണ്ണം കേട്ടിട്ടുണ്ട്, ധാരാളം കേട്ടിട്ടുണ്ട്. സാറിന്റെ അസുഖം എന്താണെന്ന് തീർത്ത് ആദ്യം മുതൽ പറഞ്ഞു. ഡോക്ടറല്ലേ? അതെ, അങ്ങോട്ട് പറയാം കേട്ടോ. പാറപ്പുറം പപ്പന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദ്യം വേണ്ട. ഇല്ല. അത് ശരി. 6 കത്തിക്കുത്ത്, 9 ബലാത്സംഗം, 12 പേരപളി, 14 പേരപളി. എല്ലാം മനസ്സിലായി. സാർ എന്താണ് സാറിന്റെ അസുഖം എന്ന് വെച്ചാൽ ആദ്യം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ചികിത്സിക്കാൻ പറ്റും. അതുകൊണ്ട് ഇല്ല, കുത്തി മലത്തികളെ ഞാൻ പറഞ്ഞിരുന്നോണ്ടാ. അതായത് ഇന്നലെ വൈകുന്നേരം ഞാൻ കത്തിക്കുത്തിന് പോയപ്പോൾ കത്തിക്കിന് ഓങ്ങിങ്ങെടുത്ത് ഈ പലകയില്ലേ ഇവിടെ, ഈ മസിലിന്റെ മസിൽ ഇവിടെ, ഇതാ മസിൽ. അതല്ല ഇവിടെ, ഇത് മസില്. വേദനയുണ്ടോ? ഇല്ല. മതി. ഇത് മസലേ. ഈ മസലിന്റെ തൊട്ടുമുമ്പിൽ ഇവിടെ ഈ പലകയുണ്ടല്ലോ, ഈ പലകക്ക് ഒരു വളവ് വന്നോ ഒരു ഷെയ്ക്ക്, ചെറിയൊരു വേദന ഇവിടെ അല്ലേ? തുടരുത്. ഇല്ല സാർ, ചുമ്മാ നോക്കിയാൽ മതി കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഓയിൽമെന്റ് തരാം. ഓയിൽമെന്റ് അത് പൈസ ഒന്നും തരണ്ട സാർ. പപ്പന്റെ പൈസ വാങ്ങിക്കോ. പപ്പൻ ചേട്ടൻ പൈസ തരണ്ട. ഓക്കെ ചേട്ടൻ, ഞാൻ ഫ്രീ ആയിട്ട് തരാം. ഒരു ഓയിൽമെന്റ് അത് ഇവിടെ തടവി കൊടുക്കണം ചെറുതായിട്ട്. തടവേണ്ട, പറഞ്ഞോ, ഞാൻ തടവിക്കോളാം. തടവണം. പിന്നെ നമുക്ക് അടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, നീ പോയി ഇവിടെ ഇല്ല. വാങ്ങിച്ചോണ്ട് വരാനല്ല ഞാൻ പറയണൊന്ന് കേക്ക്. വാങ്ങിച്ചോണ്ട് വരാനല്ല, അടുത്ത ഗവൺമെന്റ് ആശുപത്രി പോയി ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ കൂടെ എടുക്കണം. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. എവിടെ പോയി? അടുത്ത ഗവൺമെന്റ് ആശുപത്രി. ഇവിടെ അതിനുള്ള സജ്ജീകരണം ഇല്ലാത്തതുകൊണ്ടാണ്. ഇഞ്ചക്ഷൻ ചെയ്യണ്ട. ഇഞ്ചക്ഷൻ ചെയ്യണ്ട. ഇഞ്ചക്ഷൻ ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഇഞ്ചക്ഷൻ ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഇഞ്ചക്ഷൻ ചെയ്യണം. ഓയിൽമെന്റ് മതി. ഇഞ്ചക്ഷൻ വേണ്ട. ഓയിൽമെന്റ് മതി. എന്തെങ്കിലും തരണം സാറേ. ക്രിസ്തുമസ് ആയിട്ട് രാവിലെ തന്നെ പിച്ചക്കാരനാണല്ലോ. എന്റെ പൊന്നു സാറേ, എന്തെങ്കിലും തരണം സാറേ. എന്ത് തരാൻ? എന്തെങ്കിലുമൊക്കെ തരണം സാറേ. സാറേ വീട്ടിൽ ആരും ഇല്ലാത്തവനാ സാറേ. വീട്ടിലുള്ളവർ എവിടെ പോയി? അവരൊക്കെ ഗൾഫിലാണ് സാറേ. എന്തെങ്കിലും തരണം സാറേ. ഗൾഫിലോ? അതെ സാറേ. ഞാനെന്താ ഗൾഫിൽ പോയിരുന്നത്? ഗൾഫിൽ പോയ പണിയെടുക്കണ്ടേ സാറേ? ഇവിടെ ആവുമ്പോ പണിയെടുക്കാതെ തെണ്ടി ജീവിക്കാമല്ലോ സാറേ. സാറേ കയ്യെന്താ ജന്മന അങ്ങനെ തന്നെയാണോ? കൈക്ക് ജന്മന ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ല കൈയായിരുന്നു. ഇപ്പൊ ഒരു 6 വർഷമായിട്ട് അനക്കാൻ പാടില്ല സാറേ. എന്തെങ്കിലും തന്നെ സാറേ. മനുഷ്യനായ കുറച്ച് വൃത്തി മെനയൊക്കെ വേണം. തനിക്കൊന്ന് കുളിച്ച് നടന്നുകൂടെ? വൃത്തി മെനയായിട്ട് നടന്ന ആരെങ്കിലും 10 പൈസ തരുമോ സാറേ? സാറേ കഞ്ഞി കുടിച്ചിട്ട് 3 ദിവസമായി സാറേ. എടോ, ഈ കഞ്ഞി കുടിക്കാതെ എങ്ങനെയാണ് എഴുന്നേറ്റ് നടക്കുന്നത്? ബിരിയാണിയാണ് സാറേ കഴിക്കുന്നേ. സാറേ എന്തെങ്കിലും തരണം സാറേ. കാര്യം പറയാം, ഇന്ന് ക്രിസ്തുമസ് ആണ്. അപ്പൊ എന്റെ ഭാര്യയും മക്കളും കൂടി ഞാൻ പിക്നിക്കിന് പോവാൻ. അപ്പൊ അതിന്റെ ഇടയിൽ കയറി ശല്യം ഉണ്ടാക്കാതെ ഇറങ്ങി പോടോ. സാറേ ഇന്ന് ക്രിസ്തുമസ് അല്ലേ സാറേ? ഒരു 100 രൂപ തരണം സാറേ. 100 രൂപയോ? സാധാരണ പിച്ചക്കാർ 1 രൂപ 50 പൈസക്കാണല്ലോ ചോദിക്കുന്നത്. 100 രൂപയ്ക്ക് സാറേ ഒരു കേക്ക് മേടിക്കാനാ സാറേ. ക്രിസ്തുമസ് അല്ലേ സാറേ? പിച്ചക്കാർക്കൊക്കെ കൂടെ ഒരു കേക്ക് മേടിച്ചു കൊടുക്കാനാ. നമ്മള് മോശക്കാരാവല്ലോ. സാറേ ഒരു 100 രൂപ തരണം സാറേ. 100 രൂപ എടുക്കാൻ പോവാണോ? ഇപ്പൊ വരാം സാറേ. സാറേ 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 എല്ലാവർക്കും ഷട്ടിൽ ബാറ്റ് കളിക്കാം. സാറോ സാറേ സാറേ എന്താ സാറേ? എന്ത്? അല്ല സോറി സാറി. സോറി. എന്താ തനിക്ക് എന്താ വേണ്ടേ? എന്തെങ്കിലും തരണം കൊച്ചമ്മേ. എന്തിവിടെ ഒന്നുമില്ല തമ്പിക്ക്. സാറേ ക്രിസ്തുമസ് ആയിട്ട് 100 തരാൻ സാറ് പറഞ്ഞു. എന്തെങ്കിലും തരണം കൊച്ചമ്മേ. തന്നോട് ഞാൻ പോവാനാ പറഞ്ഞു. ഇവിടെ ഒരു കുന്തം ഇല്ല. എന്തെങ്കിലും തരാൻ പറഞ്ഞില്ല കൊച്ചമ്മേ. എന്തെങ്കിലും തരാൻ ഇങ്ങനെ കൊണ്ട് ഞാൻ തോന്നി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. പോയോ? സാറ് 100 100 ഉണ്ടോ? താൻ എങ്ങോട്ടാ നടന്നു പോയത്? അല്ല കൊച്ചമ്മ പറഞ്ഞു പൈസ ഇല്ലെന്ന് പറഞ്ഞു.
എടാ ഞാനാണ് ഈ വീടിന്റെ ഗ്രഹനാഥൻ. ആണോ? അവളാണ് എന്റെ ഭാര്യ എന്ന താടക. പറഞ്ഞോടനെ നീ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അവളെ ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിച്ചക്കാരോട് പെരുമാറുന്ന രീതി അവൾക്ക് അറിയില്ല. അവക്കറിയാൻ മേല, സാറിനറിയാം. അതെ, കൈയിട്. അപ്പൊ ഞാൻ പറയാം. അവള് പറയുന്ന ഇവിടെ കേൾക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. തീർച്ചയായിട്ടും. കേട്ടാ? ഇവിടെ ഒന്നുമില്ല, ഇറങ്ങി പോടാ തെണ്ടി. സാറേ, എടാ സാറേ, എടാ അവരാരും അറിയാതെ ഒരു 100 രൂപ താടാ. 100 രൂപ? പോടാ തെണ്ടി. സാറേ പ്രിയ പ്രേക്ഷകരെ, സഹർഷം സ്വാഗതം ചെയ്യുകയാണ് കോൽക്കണ്ണാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നിങ്ങളുടെ സഹനശക്തി ഒന്നുകൊണ്ട് മാത്രം കോൽക്കണ്ണാടി 1500 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. ഈ 1500 എപ്പിസോഡും കേട്ടാ നിങ്ങളെ സമ്മതിക്കണം. 1500 എപ്പിസോഡിൽ കിടക്കുകയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ 27 യാത്രയാണ്. ഹലോ ചേട്ടാ, നമസ്കാരം. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ചേട്ടാ ഫുൾ ടൈം ഹാപ്പിയാണോ? അത് ശരി. ചേട്ടന്റെ പേരെന്താ? മനോഹരൻ. കറക്റ്റായ പേരാണ് കേട്ടോ. ചേട്ടാ പിന്നെ ചേട്ടന്റെ ജോലി എന്താ? മില്ലിലാണല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ലേ? എന്താ എല്ലാരും മരിച്ചുപോയാ? എന്നിട്ട് ഇത്ര സന്തോഷാ? പിന്നെ ചേട്ടാ ഞാൻ ഈ കോൽക്കണ്ണാടിയിൽ 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിന് മുമ്പായിട്ട് യോഗ്യത നേടാൻ ഒരു ചോദ്യമുണ്ട്. അപ്പൊ ആ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. കണ്ണാടിയല്ല, കോൽക്കണ്ണാടി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. കണ്ണാടിയല്ല, പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പൊ ചോദ്യം, യോഗ്യത നേടാനുള്ള ചോദ്യം ഇതാണ്. ഈ ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിക്കൻ കുനിയെ കൊതുക് വരത്തു, ചപ്പാത്തി നമ്മൾ സ്വന്തമായിട്ട് വരത്തണോ? അല്ല, അപ്പൊ ബാക്കി ചോദ്യം വേണ്ടേ? അപ്പൊ നമുക്ക് അടുത്ത ഈര ആരായിരിക്കുമെന്ന് നോക്കാം. ഹലോ ചേട്ടാ നമസ്കാരം. ഒരു ചേട്ടൻ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാം. ഹലോ നമസ്കാരം. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഇത് കോൽക്കണ്ണാടി എന്ന പ്രോഗ്രാമാണ്, TV പ്രോഗ്രാമാണ്. ഇത് ക്യാമറ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറ, 2 ക്യാമറ, 3 ക്യാമറ, അങ്ങനെ മൊത്തം ക്യാമറയാണ്. അപ്പൊ ചേട്ടനത് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് കുട്ടപ്പൻ. ചേട്ടാ ഞാൻ ചേട്ടനോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. ഈ 3 ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഒരുപാട് സമ്മാനങ്ങൾ റെഡിയാണല്ലോ. അതിനു മുമ്പായിട്ട് യോഗ്യത നേടാൻ വേണ്ടി ഒരു ചോദ്യമുണ്ട്. ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ഓക്കെ, ചോദ്യം ഇതാണ്. മലയാള അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? അല്ല, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ, മലയാള അക്ഷരമാലയിലെ. ചേട്ടൻ വളരെ സമർത്ഥനായി ഇതാ യോഗ്യത നേടിയിരിക്കുകയാണ്. ചേട്ടാ ഇനി 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങൾ അല്ല, അത് യോഗ്യത നേടാനുള്ള ചോദ്യം. ചേട്ടൻ ഇപ്പൊ യോഗ്യനായി. ഓക്കെ, അപ്പൊ ചേട്ടനോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്, വളരെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പിന്നെ 8 കാലിയുടെ കാലിന്റെ എണ്ണം എത്ര? 8 കാലിയുടെ കാലിന്റെ എണ്ണം എത്ര? 10 ആണോ? ഇത് 10 അല്ലേ? ഇത് 10 ആണ്. ഉത്തരം 10 ആണോ? അല്ലെന്ന്. പിന്നെന്താണ്? 9 ആണോ? 9 ആണോ? ഇനിയിപ്പോ 8 ആണോ? 8. ചേട്ടൻ വളരെ സമർത്ഥമായി ഒന്നാമത്തെ ചോദ്യത്തിന് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചേട്ടൻ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ സമ്മാനം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മാംഗോ ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പഴം ഏതാണ്? നെല്ലിക്ക. ചേട്ടാ അതല്ല, ഒന്ന് ആലോചിച്ച് നോക്ക്. ഓപ്പറേഷൻ വല്ലതും? ഓപ്പറേഷനോ? ABC ചേട്ടാ ഓപ്ഷൻസ്: A ആപ്പിൾ, B ഓറഞ്ച്, C മാങ്ങ. ബീവറേജ്. ഈ ചേട്ടൻ ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ചേട്ടാ ബീവറേജ് അല്ല. ഓറഞ്ച് ആണോ? ഓറഞ്ച് അല്ല, പിന്നെന്താണ്? ആപ്പിളല്ലോ. ആപ്പിൾ ആണോ? അല്ല, പിന്നെന്താണ്? അപ്പൊ ആപ്പിൾ അല്ല, B ഓറഞ്ച് അല്ല, പിന്നെ എന്താണ്? C തേങ്ങ. നശിപ്പിച്ച ചേട്ടാ, C തേങ്ങയല്ല. ഒന്നും കൂടെ ആലോചിച്ച് നോക്ക്. മാങ്ങാത്തൊലി. പകുതി പറ. തൊലി കളഞ്ഞു പറ. തൊലി കളഞ്ഞ പിന്നെ പറയാൻ നോക്കണം, അതൊക്കെ തിന്നാ പോരെ. ചേട്ടാ അതല്ല, ഇപ്പുറത്തെ പകുതി. തല തിരിച്ചു പറ. ചേട്ടാ അതല്ല, അത് തല തിരിച്ചു പറ. ശരിക്കും തല തിരിച്ചു പറ. ചേട്ടാ അതല്ല, അത് തല തിരിച്ചു പറ. മാങ്ങ. ചേട്ടൻ വളരെ സമർത്ഥമായി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സമ്മാനത്തിലുള്ള ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചോദ്യം ഇതാണ്. ചേട്ടാ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശ്രദ്ധിച്ചോ? 60 സെക്കൻഡ് എത്ര മിനിറ്റ് ആണ്? 60 സെക്കൻഡ് എത്ര മിനിറ്റ് ആണ്? 1 മിനിറ്റ്. ചേട്ടൻ അതെ, 1 മിനിറ്റ്. 1 മിനിറ്റ് കറക്റ്റ് ആൻസർ ആണ്. ചേട്ടൻ വളരെ സമർത്ഥമായി 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയി ഇതാ ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ ചേട്ടനുള്ള സമ്മാനങ്ങൾ നൽകിയാണ്. ആദ്യമായി പാറ്റ കമ്പനി നൽകുന്ന ഒരു അടിപൊളി ഷൂ.
അടുത്തതായി ടൈറ്റാൻ കമ്പനി നൽകുന്ന ഒരു ലൂസുള്ള വാച്ച്. എന്റെ കെട്ടുപോയോട്ടോ. അത് ശരി, ഇതെല്ലാം കൂടി കൈ കെട്ടിട്ടുള്ള പരിപാടിയായിരുന്നല്ലേ. അടുത്തതായി മെയിൻ ഷർട്ട് കമ്പനി നൽകുന്ന ഒരു അടിപൊളി ഷർട്ട്. പാവം പയ്യൻ അവന്റെ കുപ്പായം കഴിക്കാൻ തുടങ്ങി. അടുത്തതായി റുഫ് ആൻഡ് ടുഫ് നൽകുന്ന ഒരു അടിപൊളി ജീൻസ് പാന്റ്. എനിക്ക് കഴിയത്തില്ല. അവസാനമായി നോൺസെൻസ് കമ്പനി നൽകുന്ന ഒരു ബർമുഡ ബനിയൻ.